ഹലോ മക്കളെ, നാളെ നമ്മുടെ കെമിസ്ട്രി എക്സാം ആയില്ലയോ? അപ്പം നമുക്ക് +1 കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്സ് 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടുന്ന ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് 36 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ തെർമോഡൈനമിക്സിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നത് ഈ ടോപ്പിക്സ് പഠിച്ചോണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ഒന്നാമത്തെ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതിന് എക്സാമ്പിളും ഒന്നെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തുവാ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്തുവാ, എക്സാമ്പിൾ എന്തുവാ എന്ന് എഴുതാൻ. അല്ലെങ്കിൽ കുറച്ച് ടേംസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും, എക്സ്റ്റെൻസീവ് എന്നും ഇൻറ്റൻസീവ് എന്നും ക്ലാസിഫൈ ചെയ്യാനുള്ളതും ചോദിക്കും. ഓക്കെ, അടുത്ത് നോക്കി റിലേഷൻ ഡിറൈവ് ചെയ്യാൻ CP ആൻഡ് CV തമ്മിലുള്ള റിലേഷൻ ഈസിയാണ് ഡിറൈവ് ചെയ്യാൻ. അത് ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ ഫസ്റ്റ് ലോയുടെ ടേംസ്, ഇക്വേഷന്, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്തുവാ, തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്തുവാ എന്നുള്ളതും ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാ മക്കളെ. അടുത്ത എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, ബോണ്ട് എൻതാൽപ്പി എന്തുവാന്ന് ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡെഫിനിഷൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത നമ്മൾ ഈ ചാപ്റ്ററിൽ കുറെ ന്യൂ ടേംസ് പഠിച്ചായിരുന്നു. എൻതാൽപ്പി, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, ഗിബ്സ് എനർജി എന്നുള്ളത്. ഇതിനൊക്കെ നമ്മൾ ഒരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിരിക്കും. യൂണിറ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്ത് വേണം പ്രോബ്ലം ചെയ്യാൻ. ഇത് ഓരോ ടേമിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഇതിൽ നിന്നൊരു പ്രോബ്ലം ചോദിക്കുന്നതാണ്. അടുത്തത് നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്തുവാന്ന്, വാട്ട് ഈസ് റിയാക്ഷൻ എൻതാൽപ്പി, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്തുവാന്നും നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ വാല്യൂസും തരും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ്. അടുത്തത് ഹെസ്സസ് ലോ, 100% ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോയിൽ നിന്നുള്ളൊരു പ്രോബ്ലം, ഹെസ്സസ് ലോ എന്തുവാന്ന് ചോദിക്കും. ഹെസ്സസ് ലോ വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലവും എക്സാമിന് ഉറപ്പാണ് ഇത്തവണ. അടുത്ത ലാറ്റിസ് എൻതാൽപ്പി ബോൺഹേബർ സൈക്കിൾ വരയ്ക്കാൻ, NaClന്റെ ഫോർമേഷന്റെ ബോൺഹേബർ സൈക്കിളും വരയ്ക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനും മക്കളെ ഈ എക്സാമിന് ഉറപ്പായിട്ടും കാണുന്നതാ. ഈ തെർമോഡൈനമിക്സിൽ നിന്ന് ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ തെർമോഡൈനമിക്സിൽ നിന്ന് 1 മാർക്ക് പോലും പോകാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉറപ്പായിട്ടും ചോദിക്കുന്ന ടോപ്പിക്സ്. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് KP ആൻഡ് KCയുടെ എക്സ്പ്രഷൻ. ഒരു ഇക്വേഷൻ തന്നാൽ KPയിൽ എഴുതാനും KCയിൽ എഴുതാനും ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇല്ലയോ? ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ 2 ആപ്ലിക്കേഷൻ എങ്കിലും എഴുതണം. അതും നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. ഓക്കെ, അടുത്ത ഹോമോജീനിയസും ഹെറ്ററോജീനിയസും ഇക്വിലിബ്രിയം എന്തുവാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന് ഓരോ എക്സാമ്പിളോടെ കൊടുത്തു വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അടുത്തത് ലേഷാലിയർ പ്രിൻസിപ്പിൾ എന്തുവാന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ലേഷാലിയർ പ്രിൻസിപ്പിൾ വെച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്തുവാ റിയാക്ഷന്റെ ചേഞ്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഇവയുടെയൊക്കെ ചേഞ്ച് അനുസരിച്ച് റിയാക്ഷൻ എന്ത് മാറ്റം വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളത് നമ്മൾ കുറേ ടേംസ് വെച്ച് പഠിച്ചത്. അപ്പം ഒരു ഇക്വേഷൻ തന്നിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കാൽക്കുലേഷൻസ്, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഓരോന്നിനെയും കോൺസെൻട്രേഷന്റെ വാല്യൂ തരും. ആ വാല്യൂ വെച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ KP കണ്ടുപിടിക്കാനും ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ഒന്നാമത്തെ കൺസെപ്റ്റ് അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യന, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യന, ഡയറക്റ്റ് ക്വസ്റ്റ്യന അരീനിയസ് കൺസെപ്റ്റ്. അടുത്ത കൺസെപ്റ്റ് ലൂയിസ് കൺസെപ്റ്റ്
എന്തുവാന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട് വന്നിട്ട് ലൂയിസ് ആസിഡ് ഏതാ ലൂയിസ് ബേസ് ഏതാന്ന് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ 1 മാർക്ക് ചോദ്യം ചോദിക്കാം കുറച്ച് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ലൂയിസ് ആസിഡ് ഏതാ അല്ലെങ്കിൽ ലൂയിസ് ബേസ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അടുത്ത ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്തുവാന്നുള്ളത്. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്തുവാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എന്തുവാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്തുവാന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആ മക്കളെ, ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് KP ആൻഡ് KC റിലേഷൻ ഡിറൈവ് ചെയ്യാൻ. KP = KC × RT raised to delta n എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഈ KP KC റിലേഷനിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനും ചോദിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അടുത്ത pH ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. pHന്റെ കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് ഒരു പല ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. pH എന്തോന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്നത് കൂടാതെ നിങ്ങൾക്കൊരു ഇപ്പം ഒരു ആസിഡ് തന്നിട്ട് അതിന്റെ pH കണ്ടുപിടിക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ H2SO4 എന്ന് പറഞ്ഞുകൊണ്ട് ആസിഡ് സ്പെസിഫൈ ചെയ്താൽ അവിടെ pHന്റെ ഇക്വേഷനിൽ എന്തോ നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസ് ആയിരിക്കും തന്നെ. ബേസ് തന്നാൽ നിങ്ങൾ ഫസ്റ്റ് POH കണ്ടുപിടിച്ചിട്ട് വേണം pHലേക്ക് ചെല്ലാൻ. അപ്പം pHന്റെ പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. അത് പല ടൈപ്പിലുള്ള പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്തത് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്തോന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ഡിഫൈൻ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്തോന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കി കോമൺ അയോൺ ഇഫക്റ്റ്. 100% ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്തുവാന്നും. അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. കോമൺ അയോൺ ഇഫക്റ്റിന് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇന്നത് എങ്ങനെയാ കോമൺ അയോൺ ഇഫക്റ്റ് എങ്ങനെയാ ഇത് സാധ്യമാകുന്നത്, നിങ്ങളത് വിശദീകരിച്ച് എഴുതേണ്ടി വരും. അപ്പൊ എന്തായാലും 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമൺ അയോൺ ഇഫക്റ്റും അതിന്റെ എക്സാമ്പിളും. അടുത്തത് 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബഫർ സൊല്യൂഷൻ എന്തുവാന്ന് ഡിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ ബഫർ സൊല്യൂഷന്റെ 2 ടൈപ്സ് ബഫർ സൊല്യൂഷൻ ഏതാണ്. അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. അസിഡിക് ബഫർ എന്തുവാന്ന് ഡിഫൈൻ ചെയ്യണം. പിന്നെ അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും എക്സാമ്പിൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ചോദിക്കാം. ഇന്നത് തന്നിട്ട് ഒരു അസിഡിക് ബഫർ ഇതിനകത്ത് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ അസിഡിക് ബഫറിന് എക്സാമ്പിൾ ഏതാ, അല്ലെങ്കിൽ അസിഡിക് ബഫറിന്റെ pH എത്ര, ബേസിക് ബഫറിന്റെ pH എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ ബഫർ സൊല്യൂഷൻ എന്തായാലും ആ ടോപ്പിക് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത മക്കളെ pH ഓഫ് എ ബഫർ സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കാൻ നമ്മുടെ ടെസ്റ്റിലുണ്ട് ക്വസ്റ്റ്യൻസ്. pH ഓഫ് എ ബഫർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ pH ഓഫ് എ ബഫർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ് എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും നിങ്ങൾ പഠിച്ചിരിക്കണം. കേട്ടല്ലോ. അടുത്ത ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട്. അതായത് മക്കളെ നമുക്കൊരു സാൾട്ട് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ഇൻറ്റു ആസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ. നമുക്കറിയാം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും വന്നാൽ ന്യൂട്രൽ ആവും. നമുക്ക് സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സാൾട്ട് ആണെങ്കിൽ അത് ന്യൂട്രൽ ആവും. പിന്നെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ അസിഡിക് ആവും. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണെങ്കിൽ ബേസിക് ആവും. അപ്പൊ കുറച്ച് സാൾട്ട് തന്നിട്ട് മക്കളെ അതിനെ നമ്മൾ അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 1 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാസിഫൈ ചെയ്ത് ഫോളോയിങ് ഇൻറ്റു അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ എന്ന് ചോദിക്കാം. അടുത്ത ചോദിക്കാവുന്ന സോലുബിലിറ്റി ഡിഫൈൻ ചെയ്യാനും സോലുബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്തുവാന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഒരു സോൾട്ട് തന്നിട്ട് അതിന്റെ KSP കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും ടോപ്പിക്, ഇക്വിലിബ്രിയത്തിലുള്ള ഇത്രയും ടോപ്പിക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക്. അതെന്തായാലും ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ഡെഫിനിഷൻ ഈ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. പ്രോബ്ലം ഉള്ള സെഷന്റെ കാര്യം ഞാൻ പറഞ്ഞ് അതിൽ നിന്ന് പ്രോബ്ലവും ചോദിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പഠിച്ചിട്ടേ എക്സാമിന് കയറാവുള്ളൂ. ഓക്കെ.
കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്? ഉറപ്പായും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മക്കളെ? താണ്ടടാ, ഒന്നാമത്തെ ഒക്ടറ്റ് റൂളും ലിമിറ്റേഷനും മക്കളെ ചോദിക്കും. ഒക്ടറ്റ് റൂൾ എന്തുവാ, അതിന്റെ ലിമിറ്റേഷൻസ് എന്തുവാണ്? ലിമിറ്റേഷൻസ് ഒരു 2 ലിമിറ്റേഷൻസ് എങ്കിലും നിങ്ങൾ കാണാതെ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മക്കളെ, ലൂയിസ് റെപ്രസെന്റേഷൻ. ലൂയിസ് സ്ട്രക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ അതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന 2 മോളിക്യൂളാണ് മക്കളെ, ഓസോൺ O3യും പിന്നെ CO3 2- ലൂയിസ് റെപ്രസെന്റേഷൻ ചോദിക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനും ചോദിക്കും. എന്തുവാ ഫോർമൽ ചാർജ് എന്ന് ചോദിക്കും. ഫോർമൽ ചാർജ് ഓഫ് O3 അല്ലെങ്കിൽ CO3 2- ഫോർമൽ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് റെസൊണൻസ് സ്ട്രക്ചർ. എന്തുവാ റെസൊണൻസ് എന്നുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ O3 CO3 2- ബെൻസീന്, ഈ 3 മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് ചോദിക്കുന്ന 3 മോളിക്യൂൾ ഇതൊക്കെയാണ്. ഈ മോളിക്യൂളിന്റെ റെസൊണൻസ് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഡൈപോൾ മൊമെന്റ്. 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൈപോൾ മൊമെന്റ്. ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്, അതിന്റെ യൂണിറ്റ് എന്തുവാണ്? ഓക്കെ, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഓഫ് ഈ ഇത്രയും മോളിക്യൂൾ നിങ്ങൾ പഠിച്ചിരിക്കണം. BF3 BeCl2 CH4 H2O. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാ NH3യുടെയും NF3യുടെയും ഡൈപോൾ മൊമെന്റ് കമ്പയർ ചെയ്യാൻ. എന്തുകൊണ്ട് NH3ക്ക് കൂടി ഡൈപോൾ മൊമെന്റ് NF3യെക്കാട്ടിൽ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫജാൻസ് റൂള്. ഫജാൻസ് റൂൾ എന്തുവാ? 2 മാർക്കിന് ചോദിക്കാവുന്നതാ. ഫജാൻസ് റൂൾ എന്തുവാ, എന്തുകൊണ്ടെന്നുള്ളത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നോക്കിയ മക്കളെ, നമ്മുടെ മെയിൻ തിയറി ഏതാ? VSEPR തിയറി ഇല്ലയോ? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ ചോദിക്കും. ഏതെങ്കിലും 4 പോസ്റ്റ്ലേറ്റ്സ് എഴുതിക്കോണം. പിന്നെ അത് വെച്ച് ഷേപ്പ് പഠിച്ചിരിക്കണം. ഇത്രയും മോളിക്യൂൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് പഠിക്കാതെ എക്സാം എഴുതാൻ പോകരുത്. ഒന്നാമത്തെ മോളിക്യൂൾ CH4, രണ്ടാമത് H2O, മൂന്നാമത്തെ NH3 SF4 പിന്നെ ClF3. ഈ മോളിക്യൂളിന്റെ ഷേപ്പ് എന്തുവാണ്, ബോണ്ട് ആംഗിൾ എന്തുവാണ്, ഷേപ്പ് വരയ്ക്കുക. ഇത്രയും നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കെമിക്കൽ ബോണ്ടിങ്ങിന് പ്രതീക്ഷിക്കാവുന്ന അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് VB തിയറി, വാലൻസ് ബോണ്ട് തിയറി ഫോർ ഫോർമേഷൻ ഓഫ് H2 മോളിക്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, എങ്ങനെ ഗ്രാഫ് ഉണ്ട്. VB തിയറി H2 മോളിക്യൂളിന്റെ ഫോർമേഷൻ എങ്ങനെയാ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അടുത്തത് ഉറപ്പാ, ഈ സെഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാ, ഹൈബ്രിഡൈസേഷൻ എന്തുവാന്ന് ചോദിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മോളിക്യൂള് PCl5 SF6 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതുകൂടാതെ PCl5 എന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാ, വൈ PCl5 ഈസ് മോർ റിയാക്റ്റീവ് ആൻഡ് അൺസ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തുകൊണ്ട് PCl5 മോർ റിയാക്റ്റീവ് ആയി അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയി ഹൈബ്രിഡൈസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിന്റെയൊക്കെ ബോണ്ട് ആംഗിൾ എഴുതണം, ഏത് ഹൈബ്രിഡൈസേഷനാന്നുള്ളതെല്ലാം എഴുതണം. അല്ലെങ്കിൽ മക്കളെ കുറച്ച് മോളിക്യൂൾ തരും. ഓക്കെ, എന്നാൽ അതിന്റെ ബോണ്ട് ആംഗിൾ എഴുതുക, ഹൈബ്രിഡൈസേഷൻ എഴുതുക, ഷേപ്പ് എഴുതുക, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ തരും. എന്തായാലും നിങ്ങൾക്ക് ഈ മോളിക്യൂൾസിൻ്റെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ട് കയറേണ്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പ്, ബോണ്ട് ആംഗിൾ, ഹൈബ്രിഡൈസേഷൻ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് കയറാവൂ. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് MO തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് എന്തെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡയഗ്രാം കോൺഫിഗറേഷനും ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിക്കും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം BCN ബോറോൺ കാർബൺ നൈട്രജന്റെ ഓർഡറും നൈട്രജൻ കഴിഞ്ഞുള്ളത് ഓർഡറും കോൺഫിഗറേഷന് എവിടാണ് മാറ്റം വരുന്നത് എന്നുള്ളത് നോക്കിയോണം. അത് വെച്ച് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി
ചോദിക്കും. അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോഴും പെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോഴും ഉള്ള ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ആ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് He2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് വൈ, അതിന്റെ ബോണ്ട് ഓർഡർ 0 വരുമ്പം ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പൊ ഇതെല്ലാം MO തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തതാ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്, 2 ഡിഫറൻസ് എഴുതാനുള്ളതും ചോദിക്കും. ഓക്കെ, ഇനി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, 1 മാർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആന്റി ബോണ്ടിങ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. ഓക്കെ, അടുത്തത് പ്രതീക്ഷിക്കാവുന്ന 100% പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ് മക്കളെ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്തുവാന്നും അതിന്റെ 2 ടൈപ്പ്, ഇന്റർമോളിക്കുലാറും ഇൻട്രാമോളിക്കുലാറും. അല്ലെങ്കിൽ പ്രത്യേകം ചോദിക്കും എന്തുവാ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, അതിന് എക്സാമ്പിൾ എന്തുവാണ്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്തുവാണ്, അതിന് എക്സാമ്പിൾ എന്തുവാണ്. അതിന് എക്സാമ്പിളോട് എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് H2 is a liquid while H2 is a liquid while but H2S is a gas എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യനും ആ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. മക്കളെ കെമിക്കൽ ബോണ്ടിങ്ങിലെ ഇത്രയും സെഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 36 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഞാനിപ്പം പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചെന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് മാർക്ക് 36 കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ.